എന്തു പറ്റി അമ്മായി വീണ? തളിക്കുളം ഹൈസ്കൂളിൽ നിന്ന് രണ്ടാമത്തെ തവണയാണ് കോള് വരുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മതിലെല്ലാം ഇടിഞ്ഞെടുക്കുകയാണ് കണ്ടത്. എൻജിനീയറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഡ്രെയിൻ്റെ എക്സ്കവേഷൻ ചെയ്യുന്നതിനിടയിൽ സംഭവിച്ചതാണ്. പെട്ടെന്ന് അങ്ങോട്ട് മണ്ണ് ഇടിഞ്ഞ് വീണ് അതിൻ്റെ ഒപ്പം തന്നെ മതിലും ഇടിഞ്ഞ് വീണെന്നാണ് ആൾ പറഞ്ഞത്. നേരെ പോയത് വില്യംസ് നഗറിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് മഴ പെയ്ത് അള്ളി വിളിയായിട്ടാണ് അവിടെ കിടക്കുന്നത്. പണിയൊന്നും നടക്കില്ല എന്ന് അപ്പം തന്നെ മനസ്സിലായി. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു അമ്മായി റോട്ടിലിരിക്കുന്നത് കണ്ടത്. പിന്നീടാണ് മനസ്സിലായത് റോട്ടിലിരിക്കുന്നതല്ല, റോട്ടിൽ വീണതാണ്. ആൾക്ക് ഏനിക്കാൻ പറ്റാണ്ടിരിക്കുന്നതാന്ന് മനസ്സിലായത്. വേഗം തന്നെ ഒരു ചേട്ടനെ വിളിച്ചിട്ട് അമ്മായിനെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് വേഗം എടുത്ത് കൊണ്ടുപോയി. അതിൻ്റെ ഇടയിലാണ് ആൾ പറഞ്ഞത് മോനെ എനിക്ക് കുറച്ച് വെള്ളം താടാന്ന്. അപ്പം തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തു. എവിടെ വീട്? ഫോൺ നമ്പർ അറിയോ? അല്ല പേപ്പറിലെറ്റ് എഴുതി കൈ പിടിച്ച് ആ അമ്മായി വീണെടുക്കുന്ന സമയത്ത് അവിടെ പീഡികര സൈഡിൽ കുറേ പ്രായമായ ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരാരും അതിനെ തിരിഞ്ഞു നോക്കിയില്ല. നേരെ മറിച്ചൊരു പെൺകുട്ടിയാണ് വണ്ടിയിൽ വന്ന് വീണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഓടി വന്നു തന്നെ. ഞാനതിങ്ങനെ ആലോചിച്ചു, പ്രായമായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട. കുറച്ച് നേരം ഇരുന്നിട്ട് അമ്മായി സുഖമായിട്ട് ഏറ്റു പോയിട്ടാ. പിന്നെ നേരെ പോയത് നമ്മുടെ ഏങ്ങണ്ടിയൂരുള്ളൊരു വാട്ടർ ടാങ്കിലേക്കാണ്. അവിടെ നമ്മുടെ ജോമോൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ നാളത്തെ വർക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ അവിടെ ഒരു 2-3 വീടുകളുണ്ട്. അത് പണ്ട് ഇവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ താഴെ. അവിടെ താമസിച്ചിരുന്ന എൻജിനീയേഴ്സിൻ്റെയും ഓവർസിയർമാർക്കും വേണ്ടി പണിതിട്ടാണ്. ഇവിടെ ഒരു 2-3 വീടുകൾ കാണാം. ഇപ്പോൾ അതെല്ലാം നശിച്ച് അതിലാരും താമസമൊന്നുമില്ല. പണ്ട് ഇതിലെല്ലാം ആളുകൾ ഉണ്ടായിരുന്നു, ഫാമിലീസ് താമസിച്ചിരുന്നു. ഇപ്പോൾ ആരും തന്നെ ഇല്ല. ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, നമ്മളിതിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം വെച്ചാൽ ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ വെട്ടി തെളിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ അന്നത്തെ ഓഫീസായിരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ മുറിയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. എല്ലാ ജീവനക്കാരും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിൽ ആരുമില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ ഓഫീസെല്ലാം മാറ്റി പ്രവർത്തനമൊന്നും ഇല്ലാണ്ടായി. ഇവിടുത്തെ ഓഫീസ് ഇപ്പോൾ തളിക്കുളത്താണെന്ന് തോന്നുന്നു. അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ സമയം 1 മണിയായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൊക്കുളങ്ങര സെൻറ്ററിൽ വന്നു. അപ്പോൾ അവിടുത്തെ വനിതാ ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കയറാന്ന് വെച്ചു. അങ്ങനെ ഭക്ഷണം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു നാടൻ ഊണായിരുന്നു. അധികം വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടത്. ഒരു അച്ചാറ്, മോരുകറി, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ മീൻകറി, പപ്പടം. ഇതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മീൻകറിയുടെ ടേസ്റ്റില്ലേ, ഭയങ്കര ടേസ്റ്റായിരുന്നു മീൻകറിയുടെ ടേസ്റ്റ്. ഇത് സ്ഥലം വരുന്നത് പൊക്കുളങ്ങര സെൻറ്ററിലാണ്. പൊക്കുളങ്ങര സെൻറ്ററിൽ വനിതാ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്, ചെറിയൊരു ഹോട്ടലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്യുക. പൊക്കുളങ്ങര സെൻറ്ററിൽ ഡിവൈഡറിനുള്ള കമ്പികളെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് LHS സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലുള്ള ഡിവൈഡറിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. പൊക്കുളങ്ങര സെൻറ്റർ ഏകദേശം വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മഴയെ കാരണം കാര്യമായ വർക്കുകളൊന്നും നടക്കണില്ല കേട്ടോ. കാരണം ഞാനൊന്ന് ഫുള്ള് ഫ്രീ ആണ്. അപ്പം അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് 2-3 പിള്ളേർ കൂടിയിട്ട് നല്ല ഫുട്ബോൾ കളി, അത് ഹൈവേറെ നടുവിൽ നിന്നിട്ട്. പക്ഷെ ഇത് 2 വേ ആയ കാരണം അപ്പുറത്തെ സൈഡിൽ കൂടെ മാത്രമേ വണ്ടികൾ പോകുള്ളൂ. 1 സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ഇവിടെ സുഖമായിട്ട് കളിക്കാം, ഓടിച്ചാടി നടക്കാം, സുഖമാണ്. അങ്ങനെ അവരെ കളിയൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വീണ്ടും കാണാം.